ഹായ് കൂട്ടുകാരെ, നമ്മൾ വീട് പണിയുമ്പോൾ വീടിൻ്റെ തറയിൽ ടൈലിടുന്ന പോലെ തടി കൊണ്ട് ഫ്ലോർ പാനൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫ്ലോർ പാനലിംഗ് നമ്മളിവിടെ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഫ്ലോർ പാനലിംഗ് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പലകൾക്ക് ചെതലിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ സംശയം തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് നമ്മൾ മഹാഗണിയുടെ തടികളാണ് കേട്ടോ ഫ്ലോർ പാനലിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, സാധാരണ തേക്ക് തടികളൊക്കെയല്ലേ പാനലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന്. നമുക്ക് വീട്ടിൽ തന്നെ ഉടമസ്ഥന് 100 ഇഞ്ചിനോളം വണ്ണം വരുന്ന വലിയ മഹാഗണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മഹാഗണി വെട്ടി അറപ്പിച്ച് വെച്ചാണ് നമ്മൾ ഈ പാനലിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് കനത്തിന് മറുത്ത് 1.25 ഇഞ്ച് പ്ലെയിൻ ചെയ്ത് കിട്ടാൻ പാകത്തിനാണ് ഈ ഉരുപ്പടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, താഴെ തറയിലൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ചെതലെടുക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ എന്നുള്ളത്. ശരിയാണ്, നമ്മൾക്കുള്ള പല വീടുകളിലും ചെതലിൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മുൻകരുതലാണ് ആദ്യമേ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളിലെ വെള്ളത്തിൻ്റെ നനവുകളൊക്കെ ഭിത്തിയിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഫ്ലോറ് ചെയ്യുമ്പോൾ എപ്പോഴും വാട്ടർ ലെവലിൽ ചെയ്തിടുക എന്നുള്ളത് ഈ ഫ്ലോർ പാനലിംഗ് ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യമായ ഘടകമാണ് കേട്ടോ. അതുപോലെ തന്നെ സിന്തറ്റിക് അംശമുള്ള വാട്ടർ പ്രൂഫ് ചെയ്തിടുക. കാരണം വാട്ടർ പ്രൂഫ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ചെതലിൻ്റെ ശല്യമൊന്നും മുകളിലേക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഭിത്തി സൈഡിൽ നിന്നൊന്നും ചെതൽ കയറാണ്ടിരിക്കാനായിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ടൈലുകൾ 1 അടി വീതിക്ക് ടൈലുകൾ സൈഡിലിട്ട് സ്കേർട്ടിങ് ഒട്ടിച്ച് അതിനുള്ളിലാണ് നമ്മൾ ഈ പാനലിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ചെതലുകളുടെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ നമ്മൾ വെള്ള പശയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ള പശ വെച്ച് അതിനൊരു സ്ക്രൂവും കൂടെ നമ്മൾ കൊടുക്കുന്നത്, ഓവർലാപ്പിട്ട് സ്ക്രൂ വെച്ചാണ് കൊടുക്കുന്നത്. സ്ക്രൂ വയ്ക്കുന്ന ആവശ്യം നമുക്ക് ഇല്ല സാധാരണ പാനൽ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ ഇതിന് കൊടുക്കാനുള്ള കാരണം നമുക്ക് ഈ തടിയുടെ കനം 1.25 ഇഞ്ചുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും പിന്നീട് അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് പോളിഷ് ചെയ്ത് ഭംഗിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ഈ പേജിലിടുന്നതാണ്. ഇത്തരത്തിൽ വീട് പണിയുടെ ചെറിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.